ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ ലിവർ എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് വേണം, സവോള അരിഞ്ഞത് വേണം. ആദ്യം ഒരു പാനിലേക്ക് നമ്മൾ ഒരു ശകലം എണ്ണ ഒഴിച്ചു. അതിലേക്ക് നമ്മൾ കടുകിട്ടു, അതിനുശേഷം സവോള ഇട്ടു, അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടു. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. നല്ല ഇളക്കി നല്ല ബ്രൗൺ കളറാകണം. നമുക്ക് അന്നേരത്തേനും ആവശ്യത്തിന് വേണ്ട പൊടിയും ചേർക്കാം. മുളക് പൊടി, ചിക്കൻ മസാല, മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇവ എടുക്കണം. നമുക്ക് ആ വഴറ്റുന്ന സവോളയിലോട്ട് ഒരു തക്കാളി നമുക്കിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഒരു ശകലം പുളിയൊക്കെ ഉള്ളത് നല്ല ടേസ്റ്റിനാണ്. ഇട്ടതിന് ശേഷം സവോള ഒന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റണം. നല്ല വഴറ്റി ബ്രൗൺ കളറായതിന് ശേഷം നമ്മളതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ലിവർ അങ്ങോട്ട് ഇടുക. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് ഇളക്കി നല്ല മിക്സാക്കണം. ഈ പൊടിയെല്ലാം നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് ഇളക്കി ഇളക്കിയതിന് ശേഷം നമുക്കത് അടച്ച് വയ്ക്കാം. അടച്ച് വെക്കണം. നന്നായിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റോളം നമ്മളത് വേവിക്കാൻ വെക്കണം. അടച്ച് നന്നായിട്ട് വെക്കണം. നമ്മൾ ഇടയ്ക്ക് തുറന്ന് അതൊന്ന് വീണ്ടും ഇളക്കി കൊടുക്കണം. അടിയിലത്തെ ഇത് മുഴുവൻ നമുക്ക് മുകളിലോട്ട് വന്നേച്ച് മുകളിലിരിക്കുന്ന എല്ലാ അടിയിലോട്ട് വന്ന് നല്ല അടിപൊളിയായിട്ട് തിളച്ച് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട. ചിക്കൻ്റെ ലിവറിൻ്റെ വെള്ളം ആവശ്യത്തിന് അതിലോട്ട് ഇറങ്ങും. എന്നാൽ ഇച്ചിരി കറിവേപ്പിലയും കൂടെ മുകളിലോട്ട് തൂവുക. നമ്മുടെ ചിക്കൻ ഇതിൻ്റെ ലിവർ ഫ്രൈ ആയിട്ടുണ്ട്. ചിക്കൻ ലിവർ ഫ്രൈ ആയിട്ടുണ്ട്. ശകലം ചാറോടെയാണ് എടുത്ത് നമ്മൾ കപ്പ കഴിക്കാനായിട്ട്. അങ്ങനെ വേണ്ടാത്തവർക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും.